തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ക്രമത്തിൽ പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് എന്ന് പൊതുവെ തോന്നാമെങ്കിലും നേതാക്കളുടെ വലിയ നേതാക്കളുടെ മാറ്റുരയ്ക്കുന്ന ഒരു രംഗം കൂടിയാണ് തെരഞ്ഞെടുപ്പുകൾ. ഇവിടെ രണ്ട് നേതാക്കൾ മുഖാമുഖം വരികയാണ്. ജയിലറയിൽ 50 ദിവസം അടയ്ക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി താൽക്കാലിക ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇനിയുള്ള 20ഓളം ദിവസങ്ങൾ അദ്ദേഹം പോരാട്ട ഭൂമിയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടിയാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം, അഴിമതി കേസിൽ അകത്തായെങ്കിലും ജാമ്യം അനുവദിച്ചത് അതിനുവേണ്ടിയാണ്. അദ്ദേഹം തന്റെ ശക്തനായ എതിരാളി, ദേശീയ എതിരാളിയായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി കൊമ്പ് കോർക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിന്റെ നാൾവഴികളിലൂടെയും അതിന്റെ വരും വരാഴികളിലൂടെയും അതിന്റെ പരിണിത ഫലത്തിലേക്കും ഒരു എത്തിനോട്ടമാണ് ഈ ഒരു ചെറിയ സന്ദേശം. അരവിന്ദ് കെജ്രിവാൾ വളരെ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അഴിമതി കേസിലാണ് അകത്തായതെങ്കിലും ആ അഴിമതിക്ക് നിദാനമായ ഒരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ഇന്ത്യ മുന്നണി വിശ്വസിക്കുമ്പോൾ അതല്ല. അദ്ദേഹം തീർച്ചയായും കോഴ വാങ്ങിയിട്ടുണ്ട്. അത് ഗുജറാത്തിലെയും ഗോവയിലെയും തിരഞ്ഞെടുപ്പിന് വേണ്ടി ആ പണം ഉപയോഗിച്ചു. അതിനുള്ള തെളിവുകളുണ്ട്. അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിനെതിരെ ഉപയോഗിച്ചത് എന്ന ആരോപണം. അതുകൊണ്ട് ഈ കേജ്രിവാളിന് പണ്ടുണ്ടായിരുന്ന അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ കവച കുണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഭാഗികമായി അദ്ദേഹം ചില മനസ്സുകളിലെങ്കിലും, അനേകരുടെ മനസ്സിലും അദ്ദേഹം കുറ്റാരോപിതനാണ്. എന്നാൽ പലരുടെയും മനസ്സിൽ അദ്ദേഹം ഹരിചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും അദ്ദേഹത്തിലൂടെ ഇന്ത്യ മുന്നണിക്ക് വരാവുന്ന കോട്ടമോ നേട്ടമോ അതെന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അരവിന്ദ് കെജ്രിവാൾ വലിയ നാടകങ്ങളുടെ ഒരു ആചാര്യനാണ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിക്ക് മുമ്പുണ്ടായിരുന്ന യു പി എ ഭരണകാലത്തെ രണ്ടാം UPA സർക്കാരിന്റെ അഴിമതിക്കെതിരെ ഉജ്ജ്വലമായി പോരാടി തന്റെ ഗുരു കൂടിയായ അണ്ണാ ഹസാരെയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് ലോകായുക്ത നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ കടപുഴക്കി എറിഞ്ഞയാളാണ്. അതുപോലെ കോൺഗ്രസ് നേതാവ് ഷീല ദീക്ഷിത് 3 ടേമിൽ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. 3ാം ടേമിൽ ഡൽഹിയിലെ കോൺഗ്രസിന്റെ അടിത്തറ പോലും ഇളക്കിക്കൊണ്ട് കേജ്രിവാൾ കുതിച്ചെത്തിയ ഒരു രാഷ്ട്രീയ നക്ഷത്രമാണ്. അദ്ദേഹം വലിയൊരു താരമായി ഉദിച്ചുയർന്നു. അതുമാത്രമല്ല, നരേന്ദ്രമോദിയെ പോലും വെല്ലുവിളിക്കാൻ 2014 വാരണാസിയിലേക്ക് മോദി മത്സരിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ ഞാൻ എതിർത്തുകൊള്ളാം, പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് എങ്കിൽ പോലും ഞാൻ എതിർത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന അതിശക്തനായ ഒരു പോരാളിയുടെ ഇമേജാണ് അരവിന്ദ് കെജ്രിവാളിനുള്ളത്. ആ പോരാട്ട വീര്യം ഇപ്പോൾ ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ തുടരുന്ന കാഴ്ച കാണുന്നു. അദ്ദേഹം വന്ന ഉടനെ നാടകീയമായ ഒരു വെട്ടിപ്പൊട്ടിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി തകർച്ചയിലെ വക്കിലാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ തമ്മിൽ കിടമത്സരമുണ്ട്. ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ പരമോന്നതനായ നേതാവ് നരേന്ദ്രമോദി മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നു, എനിക്ക് 10 വർഷത്തേക്ക് അധികാരം തരൂ. ഇപ്പോൾ പറയുന്നു വീണ്ടും ഒരു 5 വർഷം. 10 വർഷത്തേക്കാണ് നരേന്ദ്രമോദി അധികാരം ചോദിച്ചത് 2014. ആ 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, അന്ന് 2014 നരേന്ദ്രമോദിയുടെ പ്രേരണയാൽ ഭാരതീയ ജനതാ പാർട്ടി അനൗപചാരികമായ ഒരു തീരുമാനത്തിലെത്തി. 75 വയസ്സ് കഴിഞ്ഞ നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ട. അങ്ങനെയാണ് LK അദ്വാനിക്ക് മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടത്. അടൽ ബിഹാരി വാജ്പേയി അപ്പോൾ തന്നെ വളരെ വലിയ പ്രായത്തിലേക്ക് നീങ്ങിയിരുന്നു. അതുപോലെ സുമിത്ര മഹാജൻ ആയിക്കൊള്ളട്ടെ, മുരളി മനോഹർ ജോഷി ആയിക്കൊള്ളട്ടെ, പല ആളുകളുടെയും രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിച്ചത് 75 വയസ്സ് എന്ന അനൗപചാരിക ഫോർമുലയാണ്. അതിന് വളരെ കുറച്ച് ഇളവുകൾ മാത്രമേ യെദ്യൂരപ്പയുടെ കാര്യത്തിൽ, കർണാടകത്തിലും മറ്റു ചില ചെറിയ നേതാക്കളുടെ കാര്യത്തിൽ മറ്റു ചില സംസ്ഥാനങ്ങളിലും കൊടുത്തു എന്നല്ലാതെ സമുന്നതരായ നേതാക്കളെല്ലാം തന്നെ 75 വയസ്സിൽ റിട്ടയർ ചെയ്യണം എന്ന ധാരണ BJPക്കുള്ളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ധാരണയ്ക്ക് അതീതനാണോ നരേന്ദ്രമോദി എന്ന നൈതികമായ ചോദ്യമാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന. ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഉഗ്രമായ പ്രഹരശക്തിയുള്ള ഒരു ബോംബാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. അതിന്റെ പ്രായപരിധി തീരുമാനിക്കാനും ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാ അധികാരങ്ങളും കൊണ്ട് അവകാശമുണ്ട്. തങ്ങളുടെ പാർട്ടിക്ക് ആരാണ് നേതാവാകേണ്ടത്, എത്ര പ്രായം വരെ തുടരാം, അതെല്ലാം ആ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷേ ജനമനസ്സുകളിൽ ഒരു സന്ദേഹം വിതയ്ക്കാൻ പര്യാപ്തമായിരുന്നു. അത് മാത്രമല്ല, 2ാം നിര നേതൃത്വം, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു 2ാം നിര നേതൃത്വമുണ്ട്. അത് ഗുജറാത്തിൽ അമിത്ഷാ ആയിക്കൊള്ളട്ടെ, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ആയിക്കൊള്ളട്ടെ,
മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ആയിക്കോട്ടെ, രണ്ടാന്തര നേതൃത്വമുണ്ട്. ആ രണ്ടാന്തര നേതൃത്വത്തിലെ പലരെയും, ഛത്തീസ്ഗഡിലെ രമൺ സിംഗിനെയും, മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാനെയും, രാജസ്ഥാനിലെ വസുന്ധര രാജ സിന്ധ്യയെയും വിതിൻ കോട്സ് ഒതുക്കിയ ഒരു ചരിത്രവും സമീപകാല BJP-യിൽ ഉണ്ട്. അതും എണ്ണി പറഞ്ഞുകൊണ്ട് തോക്കിന്റെ കുന്തമുനക്ക് അല്ലെ തോക്കിന്റെ കുഴൽ യോഗി ആദിത്യനാഥിനെതിരെ തിരിക്കുകയാണ്. ശ്രീ അരവിന്ദ് കെജ്രിവാൾ, മിസ്റ്റർ യോഗി, താങ്കൾ മുഖ്യമന്ത്രി കസേരയിൽ അധികം കാലം ഉണ്ടാവില്ല. കേവലം 2 മാസത്തിനുള്ളിൽ താങ്കൾ പുറത്താക്കപ്പെടും. അപ്പൊ യോഗി ആദിത്യനാഥ് എന്ന ജനകീയനായ, വികസനം ഏറെ കൊണ്ടുവന്നു എന്ന് ഉത്തർപ്രദേശുകാർ വിശ്വസിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് മറ്റൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട്, മറ്റൊരു മുന്നണിയിൽ നിന്നുകൊണ്ട് ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ അതെങ്ങനെയാണ് ഉത്തർപ്രദേശിൽ അനുരണങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു പരിധിവരെ ഈ കേജ്രിവാൾ പറഞ്ഞത് വെറും വെടിപൊട്ടിക്കലാണെങ്കിൽ പോലും, ഒരു തന്ത്രപരമായ സംസാരമാണെങ്കിൽ തന്നെ മറുപടി പറയാൻ യോഗിയും അമിത്ഷായും വേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ അമിത്ഷാ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയേണ്ടി വന്നു, ഇല്ല 75 വയസ്സ് എന്നത് ഔപചാരികമായി അങ്ങനെ ഒരു തീരുമാനം ഇല്ല, അത് അനൗപചാരികമായ തീരുമാനമാണ്, പാർട്ടിയുടെ തീരുമാനമല്ല. അതേ അമിത്ഷാ തന്നെ 5 വർഷം മുമ്പ് പറഞ്ഞിരുന്നു 75 വയസ്സ് എന്നത് ഇൻസൾട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. 10 വർഷം മുമ്പ് അമിത്ഷാ തന്നെ പറഞ്ഞിരുന്നു 60 വയസ്സിൽ നേതാക്കൾ റിട്ടയർ ചെയ്യണം എന്നതാണ് തന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിരുന്നു. ഈ അഭിപ്രായങ്ങളൊക്കെ അതത് സമയത്ത് പറയുന്ന അഭിപ്രായങ്ങൾ പിന്നീട് മാറ്റാം. അഭിപ്രായം ഇരുമ്പുലകയല്ല എന്ന് പണ്ട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് 75 വയസ്സ് എന്ന ഒരു ഭൂതത്തെ കുടത്തിൽ നിന്നും ഇറക്കി വിട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിനിടയിലും, രണ്ടാന്തര നേതൃത്വത്തിനിടയിലും, അണികൾക്കിടയിലും ഒരു വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിൽ ഒരു പരിധി വരെ കേജ്രിവാൾ വിജയിച്ചു എന്ന് കാണാം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഒരു കീടർ സ്വഭാവമുള്ള പാർട്ടിയാണ്. പാർട്ടിക്ക് അതിൻ്റെതായ രീതികളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ രണ്ടാന്തര നേതൃത്വം ആരാവും നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന BJP ആണ് തുടരുന്നതെങ്കിൽ എന്നതിനെ കുറിച്ചൊരു ചർച്ച തുടങ്ങി വയ്ക്കാൻ തെലങ്കാനയിൽ നിന്നുകൊണ്ട് രേവന്ത് റെഡ്ഡിയും ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച. എന്റെ അഭിപ്രായം, ഇത് ഒരു ജനാധിപത്യ ക്രമത്തിൽ ഒരു പാർട്ടിയുടെ തീരുമാനമാണ്. ഏത് പ്രായം വരെ ഒരു നേതാവ് തുടരണം എന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നിടത്തോളം കാലം മാത്രം തുടരാം. പക്ഷേ 5 വർഷത്തെ ഗ്യാരണ്ടി നരേന്ദ്രമോദി കൊടുക്കുമ്പോൾ അതിൽ 1 വർഷം കഴിഞ്ഞ് പാർട്ടിയുടെ മുൻകാല അനുഭവം വെച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി എങ്ങനെ നടപ്പാക്കും? അത് അമിത്ഷായാണോ മോദിയുടെ ഗ്യാരണ്ടി ഇനി നടപ്പാക്കേണ്ടത്? മോദിയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ, ഒരുപക്ഷെ BJP-യിലെ രണ്ടാമനെന്ന് അരവിന്ദ് കെജ്രിവാൾ വിശ്വസിക്കുന്ന അമിത്ഷാ പ്രധാനമന്ത്രിയാവും. ഇങ്ങനെ വന്നാൽ പലതുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് മെച്ചം, കോൺഗ്രസ് മുന്നണിക്ക് മെച്ചം എന്താണ്? മഹാരാഷ്ട്രയിലെ BJP-ക്കാർ ഒരുപക്ഷെ ഗുജറാത്ത് നേതൃത്വത്തിനെതിരെ തിരിയും. ഗുജറാത്തുകൾ നയിക്കുന്ന മോദി അമിത്ഷാ അച്ചുതണ്ടാണ് BJP-യെ നയിക്കുന്നത്. RSS-ൽ ഒരുപക്ഷെ ആശയക്കുഴപ്പം ഉണ്ടാകാം. ഉത്തർപ്രദേശ് രാഷ്ട്രീയം കലങ്ങി പറയാം എന്നൊക്കെയാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ആരാണ്? അരവിന്ദ് കെജ്രിവാൾ വിശ്വസിക്കുന്നത്. ഇതൊക്കെ വിശ്വാസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ ചർച്ച ഒരു വ്യക്തിയുടെ പ്രചരണം അല്ലെങ്കിൽ പരാമർശം, മറ്റൊരു വ്യക്തിയെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചുമുള്ള പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ പരാമർശം കഴിഞ്ഞ ദിവസങ്ങളായി, ഏതാനും ദിവസങ്ങളായി ഇന്ത്യയിൽ അലയടിച്ചുയരുന്ന ചർച്ചയായി മാറ്റിയെടുക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ വിജയിച്ചു. സാധാരണ അതിന്റെ ക്രെഡിറ്റ് ഒരു അജണ്ടയും ഒരു സംസാരവും ഒരു പ്രയോഗവും എല്ലാം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഏറെ കാലമായി ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷേ നരേന്ദ്രമോദിയേക്കാൾ മെയ്വഴക്കം കാട്ടിക്കൊണ്ട്, കടിഞ്ഞാൺ പിടിച്ചെടുത്തുകൊണ്ട് പ്രചരണത്തിൽ കത്തിക്കയറുന്ന കാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. അത് ഏതുതരം ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.